അസ്സലാമലൈക്കും, നമസ്കാരം. ഇതൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല, എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇഡ്ഡലിൻ്റെ വീഡിയോ ആണ്. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടാനൊരു ഐഡിയ പറഞ്ഞുതരാം. നല്ല സോഫ്റ്റായി ചിലവർ പറയണൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ കല്ലുമാതിരി ഇരിക്കുന്നു. കല്ലുമാതിരി ഒന്നും ഇരിക്കില്ല. പാകത്തിനുള്ള ഉഴുന്നും 1 കിലോക്ക് 250 ഗ്രാം ഉഴുന്ന് വെച്ചിട്ട് ഇടുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 1 കിലോ പച്ചരിക്ക് 250 ഗ്രാം ഉഴുന്ന് ഇങ്ങോട്ട് നന്നായിട്ട് അരയണം. നല്ലതായിട്ട് അരഞ്ഞിട്ട് രാത്രിയൊക്കെ ശരിക്ക് ബന്ധാക്കി വെക്കുക. നല്ല ഏറ് കിടക്കാത്ത മാതിരിയിൽ ബന്ധാക്കി വെക്കണം കേട്ടോ. അപ്പോഴുള്ളൂ നല്ല പുളിച്ച് പൊങ്ങുള്ള സാധനം. ഇതാണ്ട ഇതുമാതിരി ആയിരിക്കും. നല്ല അങ്ങനെ പൊങ്ങി വന്നാൽ ഈ സാധനം ഇളക്കൊന്നും ചെയ്യാതെ ചിലവരൊക്കെ ശരിക്ക് കൈയിട്ട് ഇളക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഇളക്കി മറിച്ചിട്ടാണ് കോരിയിടുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ പൊങ്ങി വന്നത് അതേമാതിരി തന്നെ, ആ പദമാതിരി തന്നെ ഇഡ്ഡലി തട്ടിക്ക് ഇങ്ങനെ കോരി വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് നിങ്ങൾ ആ ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ടോ, എന്തായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റായ ഇഡ്ഡലി കിട്ടും. നല്ല സോഫ്റ്റായ ഇഡ്ഡലി കിട്ടാനൊരു ഐഡിയ ആണിത്. പൊങ്ങി വന്ന മാവ് ഇളക്കാതെ അതിൽ നിന്ന് തന്നെ കോരി ഇഡ്ഡലി തട്ടിലേക്ക് ഇടുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളൊരു ഐഡിയ, ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു തന്നുള്ളൂ അറിയാത്തവർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തോളൂ. ആരും മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് ഹാളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ ചൂടായി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടാനുള്ള ഐഡിയ ആണ് പറഞ്ഞു തന്നത്. ആരും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.